നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. കടാരയുടെ ചരിത്രം എന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യത്തെ വീഡിയോയിൽ 16-ാം നൂറ്റാണ്ടിന് മുൻപ് കടാരയെക്കുറിച്ചുള്ള ചരിത്രപരമായ പരാമർശങ്ങളും ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസുകളുമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ 16-ാം നൂറ്റാണ്ടിന് ശേഷം കടാരയ്ക്കുണ്ടായ ഡെവലപ്മെൻറ്റും പ്രാദേശികമായി കടാരയ്ക്കുണ്ടായ പല രൂപ വ്യത്യാസങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും കടാരയുടെ പല റെപ്രസെൻറ്റേഷനും പല രീതിയിലുള്ള ആർട്ട് ഫോംസിൽ, അത് ക്ഷേത്രത്തിലെ ശില്പങ്ങളിലായാലും പല പെയിൻറ്റിങ്ങുകളിലായാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആദ്യമായി നമ്മൾ സൗത്ത് ഇന്ത്യയിലെ വിജയനഗര കടാരയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 16-ാം നൂറ്റാണ്ടിന് മുൻപ് സൗത്ത് ഇന്ത്യയിൽ കടാരയുടെ പ്രസൻസ് കാണിക്കുന്ന ഒരു ആർട്ട് ഫോമും നിലവിലുണ്ടായിരുന്നില്ല. പക്ഷേ 2019 കോയമ്പത്തൂർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കടാര ഏന്തി നിൽക്കുന്ന യോദ്ധാക്കളുടെ ഒരു വീരക്കല്ലിലെ ഇൻസ്ക്രിപ്ഷൻ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ആ കല്ല് 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് സ്ഥാപിച്ചത് എന്നാണ്. ഇതിലുള്ള ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്ക്രിപ്ഷനെ പറ്റി പഠിച്ച 3 പേരും അമേച്വർ ഹിസ്റ്റോറിയൻസ് ആണ്. പക്ഷേ അത് ഔദ്യോഗികമായി അംഗീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ന്യൂസിലുണ്ടായിരുന്നത് ആ കല്ലിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഇതുവരെ മ്യൂസിയം വിചാരിച്ചുകൊണ്ടിരുന്നത് അത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇൻസ്ക്രിപ്ഷനിലുള്ളത് 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രാജാവിനെ കുറിച്ചാണെന്നുള്ളതാണ്. ആ കല്ലിൻ്റെ ഒരു കേസ് ഒഴിച്ച് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ പണ്ടത്തെ ചോള, പാണ്ഡ്യ, പല്ലവ ആർക്കിടെക്ചറോ ആർട്ട് ഫോംസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലും തന്നെ അങ്ങനെ ഒരു കടാര നമുക്ക് കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒന്നെങ്കിൽ അത് അക്കാലത്ത് കടാരയ്ക്ക് വലിയ പോപ്പുലാരിറ്റി ഇല്ലായിരുന്നിരിക്കാം. എന്നാൽ ഒരു 16-ാം നൂറ്റാണ്ട് വിജയനഗര കാലഘട്ടം ആയപ്പോഴത്തേക്കാണ് നമുക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പലതിലും ഇങ്ങനെ കടാര കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങളും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താൻമാരുടെ സൗത്ത് ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിൽ നിന്ന് ഉദയം ചെയ്ത ഒരു രാജ്യമാണ് വിജയനഗരം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന തമിഴ് രാജാക്കന്മാർ, ചോളരും പാണ്ഡ്യരും എല്ലാം നാമാവശേഷമാവുകയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ വിജയനഗരത്തിനൊപ്പം മറ്റ് ഡെക്കാൻ ഏരിയയിലും തുർക്കി വംശജരായ സുൽത്താൻമാർ ഓരോ സുൽത്താനേറ്റുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഗോൽക്കൊണ്ട, ബീജാപ്പൂർ, ബീദാർ, അഹമ്മദനഗർ, അങ്ങനെ പല സുൽത്താനേറ്റുകളും ഉദയം ചെയ്തു. അപ്പോൾ ഇന്നും ചരിത്രകാരന്മാർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കടാര സൗത്ത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തതാണോ എന്നൊന്നും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിലർ അഭിപ്രായപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആയുധമാണ് അത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആർമീസൊക്കെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത സമയത്ത് അവർക്ക് ഇവിടുന്ന് കിട്ടി അവർ തിരിച്ചു കൊണ്ടുപോയതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല തിയറീസും ഉണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പീക്ക് സമയത്ത് സൗത്ത് ഇന്ത്യ മൊത്തം, തമിഴ്നാടും കേരളവും ഉൾപ്പെടെ എല്ലാം ഇവരുടെ കീഴിലായിരുന്നു. വിജയനഗര ഭരണത്തിൽ തമിഴ്നാട് ഏറിയ 3 നായക്കന്മാരുടെ കീഴിലായിരുന്നു. തഞ്ചാവൂർ നായിക്ക്, മധുരൈ നായിക്ക്, ജിഞ്ചി നായക്ക്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച പല ക്ഷേത്രങ്ങളിലും, അത് കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ നമുക്ക് ഈ കടാര ഏന്തി നിൽക്കുന്ന യോദ്ധാക്കളെ കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃച്ചിയിലെ ശ്രീരംഗത്തുള്ള ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഒറിജിനലി പഴയകാല ചോളന്മാരാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത്. പിന്നീട് വന്ന പിൽക്കാല ചോളന്മാരും പാണ്ഡ്യരും വിജയനഗര കാലഘട്ടത്തിലെല്ലാം തന്നെ ഇത് പുതുക്കി പണിയോ അല്ലെങ്കിൽ അഡീഷൻസ് ഒക്കെ വരുത്തുകയോ ചെയ്ത്. അപ്പം അങ്ങനെ വിജയനഗര അല്ലെങ്കിൽ നായക്കർ കാലഘട്ടത്തിൽ അവിടെ നിർമ്മിച്ച മഹേശ്വരായർ മണ്ഡപത്തിലാണ് കടാര നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. പല പടയാളികൾ കടാര വെച്ച് യുദ്ധം ചെയ്യുന്നതോ അല്ലെങ്കിൽ പരിശീലിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചിലർ ഒരു കയ്യിൽ മാത്രം കടാര ഏന്തി നിൽക്കുന്നത് കാണാം. ചിലർ 2 കൈയിലും കടാര ഉപയോഗിക്കുന്നത് കാണാം. ഒരു കയ്യിൽ പരിചയം, ഒരു കയ്യിൽ കടാരയും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ഇതിൽ മറ്റൊരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുമായിട്ടുള്ള പോരാട്ട രംഗങ്ങളാണ്. ഈ ഒരു തീം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒരുപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം അതൊരു കടാരയുടെ ഉപയോഗത്തെ പറ്റിയുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു വന്യമൃഗം ആക്രമിക്കുമ്പം പെട്ടെന്ന് ഊരിയെടുത്ത് കുത്താൻ പറ്റുന്ന ഒരു ആയുധമായിട്ട് കടാര അന്ന് അവർ കണ്ടിട്ടുണ്ടാവണം. ഈ മണ്ഡപത്തിൽ ചില സീനിലൊക്കെ വിജയനഗര പടയാളികൾ ഡൽഹി സുൽത്താൻമാരുടെ പടയാളികളുമായിട്ട്, തുർക്കി പടയാളികളുമായിട്ട് യുദ്ധം ചെയ്യുന്ന ചില രംഗങ്ങളുണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ടും വിജയനഗര കടാരയുടെയും നോർത്ത് ഇന്ത്യൻ കടാരയുടെയും വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിജയനഗര കടാരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹുഡഡ് കടാര എന്ന് പറയുന്നത്, വിജയനഗര ഹുഡഡ് കടാര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു കൈമറയുള്ള ഒരു കടാരയാണത്. അതുപോലെ തന്നെ ബ്ലേഡിൻ്റെ നീളം സാധാരണ ഇന്ന് കാണുന്ന കടാരയെക്കാളും നീളം കൂടിയതാണ്. അതുപോലെ തന്നെ നല്ല വീതിയുള്ളതുമാണ്.
വിജയനഗര കടേരയുടെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പിടിയുടെ ആ ഭാഗം ബ്ലേഡ് നല്ല വീതിയുള്ള ബ്ലേഡാണ്. പിന്നെ അത് ടേപ്പേർഡായിട്ട്, അതായത് വീതി കുറഞ്ഞ് അറ്റത്തേക്ക് പോവാണ്. ഇതിൽ പല ഗ്രൂവുകളുണ്ട്, അതായത് ഇങ്ങനെ ഈ ലൈൻസ് പോലെ അതിന് ഗ്രൂവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലാങ്കറ്റ് വെച്ചാണ് ഇത് ഘടിപ്പിച്ചേക്കുന്നത്. ഇത് മിക്ക കടാരയിലും നല്ല ആർട്ട് വർക്കും മറ്റും കാണാൻ പറ്റും. ചില പക്ഷികളുടെയും അല്ലെങ്കിൽ വ്യാളിയുടെയൊക്കെ ചിത്രമൊക്കെ ചിലതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ കൈമറയുടെ അവിടെ ആണെങ്കിലും ചിലതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള കൈമറയുണ്ട്, ചിലത് ഒരു എക്സ്ട്രാ റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ള എക്സ്ട്രാ ഒരു സപ്പോർട്ടോട് കൂടിയ കൈമറകളുണ്ട്. ഇപ്പം 16-ാം നൂറ്റാണ്ടിൽ ഈ വിജയനഗര പീരീഡിലുള്ള ഈ കടാരകൾ ആ പീരീഡിലെ മാത്രം കടാരകളാണ്. അതിനുശേഷം വേറെ പല മോഡലിലേക്കും ഇത് ഇവോൾവ് ആയി പോവുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രത്തിലേക്ക് ശില്പങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, അവർ കടാര ഒരു വാള് പോലെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ സമയം നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് അത് കൂടുതൽ ഒരു ഷോർട്ട് ക്ലോസ് റേഞ്ച് ഫൈറ്റിംഗ് വെപ്പണായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇന്ന് അവശേഷിക്കുന്ന പല 16-ാം നൂറ്റാണ്ടിലെ വിജയനഗര കടാരകളും നമുക്ക് കണ്ടെത്താനായത് തഞ്ചാവൂരിലെ ആർമറി അല്ലെങ്കിൽ യുദ്ധപ്പുരയിൽ നിന്ന് ബ്രിട്ടീഷുകാർ അന്ന് അത് ഡിസ്പാൻഡ് ചെയ്തിട്ട് അത് പലതും ഓപ്ഷൻ ചെയ്യുകയും അല്ലെങ്കിൽ പല പ്രൈവറ്റ് കളക്ടേഴ്സിൻ്റെ അടുത്തോട്ടും മ്യൂസിയത്തിലേക്കൊക്കെ പോവുകയാണ് ഉണ്ടായത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം അവരുടെ നായകന്മാരെല്ലാം തന്നെ സ്വതന്ത്രമായ ചെറിയ രാജ്യങ്ങളായി മാറുകയുണ്ടായത്. അതിനുശേഷം ഈ നഗര നായകന്മാരുടെ ഏരിയകളെല്ലാം തന്നെ ഈ തഞ്ചാവൂരും മറാഠികൾ കീഴടക്കുകയും പിന്നെ അതെല്ലാം മറാഠി ഭരണത്തിൻ്റെ കീഴിലാവുകയാണ് ചെയ്തത്. പിന്നെ വിജയനഗര കടാരയെ പറ്റി പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് മറാഠികളുടെ ദണ്ഡ്പത്ത എന്ന് പറഞ്ഞത്. ഈ ദണ്ഡ്പത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടാര ഈ വിജയനഗര കടാരയായിട്ട് വളരെ സാമ്യം തോന്നിക്കുന്ന ഒരു ആയുധമാണ്. പക്ഷേ കടാരയേക്കാളും കൂടുതൽ നീളമുള്ള ബ്ലേഡായിരിക്കും ദണ്ഡ്പത്തായിരിക്കും. അപ്പോൾ വിജയനഗര കടാരയിൽ നിന്നായിരിക്കാം ദണ്ഡ്പത്ത ഉണ്ടായത് എന്ന തിയറിയുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയനഗര കാലഘട്ടത്തിന് മുൻപ് ഇങ്ങനൊരു ദണ്ഡ്പത്ത എന്ന് പറഞ്ഞൊരു ആയുധത്തെ പറ്റി നമുക്ക് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതേസമയം വിജയനഗര കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഒരു സാമ്രാജ്യമാണ് മറാഠ സാമ്രാജ്യം. അവരുടെ ഇടയിലാണ് ദണ്ഡ്പത്ത വളരെ പ്രചാരത്തിലുണ്ടായിരുന്നത്. അവരിൽ നിന്ന് മറ്റ് പല പ്രദേശത്തേക്കും രാജ്പുട്ടാന ഏരിയയിലേക്കും പഞ്ചാബിലേക്കും മറ്റുമൊക്കെ ഇത് പോയിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മൾ ദണ്ഡ്പത്തയെ മറാഠികളുടെ ഒരു ട്രഡീഷണൽ ആയുധമായിട്ടാണ് കരുതുന്നത്. ഇവരുടെ ദണ്ഡ്പത്ത 2 വേർഷൻസ് നമ്മൾ ഇന്ന് കാണാൻ പറ്റും. പണ്ട് യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ച് എന്ന് പറയപ്പെടുന്ന ആൻറ്റീക്ക് ദണ്ഡ്പത്ത എല്ലാം തന്നെ നല്ല സോളിഡ് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ബ്ലേഡാണ്. പക്ഷേ ചില ഡെമോൺസ്ട്രേഷനിലൊക്കെ ഉർമി പോലുള്ള ദണ്ഡ്പത്തായും നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്ലേഡ്. ആൻറ്റീക്ക് കളക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ബ്ലേഡുള്ള ദണ്ഡ്പത്ത പണ്ട് മുതലേ ഇങ്ങനെ ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു 16-ാം നൂറ്റാണ്ടിലെ പല കടാരകളും നമുക്ക് തഞ്ചാവൂരിൽ നിന്നും മറ്റുമൊക്കെയാണ് കിട്ടിയത്. ഇത് ആദ്യകാലത്ത് വിജയനഗര നായകന്മാരുടെ കീഴിലായിരുന്നു. പിന്നീട് ഈ ഏരിയയെല്ലാം മറാഠികൾ കീഴടക്കുകയായിരുന്നു. അപ്പോൾ മറാഠികൾ ഈ ഒരു ആയുധങ്ങളെല്ലാം അവരുടെ കയ്യിലേക്കാണ് പോയത്. അങ്ങനെ ആകാം ഈ വിജയനഗര കടാരം പിന്നീട് ഒരു മറാഠി പട്ടയിലേക്ക് ഇവോൾവ് ആയതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. കടാരയുടെ ചരിത്രത്തിൻ്റെ 2ാം ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.